ജീവിക്കുവാൻ ഇന്ന് മുതൽ തീരുമാനമെടുത്താൽ നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കും. എങ്ങനെയാണ് എനിക്ക് ലോകത്തെ ജയിച്ച വിശ്വാസം വരുന്നത്? ലോകത്തെ ജയിച്ച വിശ്വാസം ഉണ്ടാകണമോ? അവന്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ ഓരോ നിയമങ്ങളെയും നാം പരിശോധിച്ചു നോക്കണം. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും അറിഞ്ഞു വെക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ്. അവന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ, അഭിഷക്തന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സാകുന്നു എങ്കിൽ നാം ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. നാം ലോകത്തിലുള്ളവരെങ്കിലും നാം ലോകത്തെ ജയിച്ചവരാണ്. ലോകത്തിൽ നമ്മളെ വിളിച്ചു ആദരിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവനെ ഫോളോ ചെയ്യുവാനാണ്. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എനിക്കങ്ങനെ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും. ലോകത്തെ ജയിക്കുവാൻ വളരെ ഈസിയാണ്. നാം അവനെ ഫോളോ ചെയ്യണം, അവനെ നാം പിന്തുടരുന്നവരായി മാറണം, അവനെ പിൻപറ്റുന്നവരായി മാറണം. എങ്കിൽ മാത്രമേ, കാരണം യേശു പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു കർത്താവ് പറയാണ്, നിങ്ങൾ ലോകത്തെ ജയിക്കുന്നു എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് സ്വന്തം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിനകത്ത് നിങ്ങൾ വളരെ പരിശോധിച്ചു നോക്കണം. സ്തോത്രം. 17-ാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് വേണ്ടി ഒരു വളരെയേറെ ഉന്നതമായ പ്രാർത്ഥന യേശു കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സ്തോത്രം. അവിടെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ അപേക്ഷിക്കുന്നത്. എന്റേതെല്ലാം നിന്റേതും നിന്റേത് എന്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ലോകത്തെ ജയിക്കണമോ? അവനെ പിൻപറ്റണം. ലോകത്തിനെ ജയിക്കുവാൻ ആ വിശ്വാസത്താൽ നാം നേടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നിന്നെ പിൻപറ്റുന്നതാണ്. ലോകത്തെ ജയിക്കണമോ? ലോകത്തിൽ കഷ്ടമുണ്ട്, ലോകത്തിൽ സ്തോത്രം. ഇന്നെന്താണ്? ഇന്ന് മനുഷ്യന്റെ ഹൃദയം മുഴുവനും ലോകം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ലോകമാണ് ഇന്ന് മനുഷ്യന്റെ ഹൃദയം മുഴുവനും. ദൈവമക്കളുടെ ജീവിതം മുഴുവനും ലോകമാണ്. സഭയിൽ ലോകം, വീട്ടിൽ ലോകം, ചെല്ലുന്നതൊക്കെ ലോകമാണ്. എന്നാൽ ആ ലോകത്തെ ജയിച്ചാൽ മാത്രമേ നാം യേശുവിനെ പിന്തുടരുവാൻ സാധ്യമാകുള്ളൂ. ലോകത്തെ ജയിച്ചവർക്ക് വേണ്ടിയാണ് യേശു കർത്താവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. പിതാവിനോട് പ്രൈസ് ദി ലോർഡ്. ലോകത്തെ ജയിക്കുന്ന വിശ്വാസം ഇതുവരെയും നിങ്ങളിൽ ആർക്കെങ്കിലും കടന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം ലോകത്തെ ജയിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാകുന്നു. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ. ലോകത്തിൽ നാം ജീവിക്കുന്നു എങ്കിലും നമ്മൾ ലോകക്കാരല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ലോകത്തിന്റെ ജീവി പൗരത്വമുണ്ടെങ്കിലും നാം ലോകത്തിന്റെ ഉള്ളവരല്ല. നമുക്കൊരു പൗരത്വമുണ്ട്. ഓ, സ്വർഗത്തിൽ നമുക്ക് പൗരത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തിന്റെ ഭവനക്കാരാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ദൈവജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഞാനും നിങ്ങളും ഈ ലോകത്തെ ജയിച്ചെങ്കിൽ മാത്രമേ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. ഇതുവരെയും ലോകം നിങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കർത്താവിന്റെ അടുക്കൽ മാനസാന്തരപ്പെട്ട്, കർത്താവേ, നീ ക്രിസ്തുവാണ്, ക്രിസ്തുവിനെ നീ അഭിഷക്തനാണ്, എന്നെ ഞാൻ ഫോളോ ചെയ്യുന്നു, നിന്നെ ഞാൻ പിന്തുടരുന്നു, എന്നെ നീ സഹായിക്കണമെന്നതിന് വേണ്ടി എനിക്ക് ലോകത്തെ ജയിക്കുവാൻ സാധ്യമാകുന്നില്ല, എനിക്ക് ലോകത്തെ ജയിക്കുവാൻ എന്നെ നീ സഹായിക്കണം. നീ ലോകത്തെ ജയിച്ചവനാണ്, ജയിച്ചവന്റെ പിന്നാലെ നടക്കുവാൻ എന്നെ നീ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. സ്തോത്രം. വിശ്വാസത്തിന്റെ വാതിൽ. വിശ്വാസം എന്നത് കണ്ടിട്ടില്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തിലെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനത്തിനകത്ത് 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. നിങ്ങൾക്കൊന്ന് തോന്നുകയാണ്, എനിക്കൊരു ജോലി വേണം, ജോലിയുടെ വാതിൽ തുറന്നു കിട്ടണം. എങ്ങനെ പറ്റും? വിശ്വാസത്താൽ ആ വാതിൽ തുറക്കുവാൻ സാധിക്കും. വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ പലതും തുറന്നെടുക്കുവാൻ സാധിക്കും. എന്നാൽ ആ വിഷയത്തിലേക്കല്ല ഞാൻ കടന്നു വരുന്നത്. അപ്പോസ്തലനായ പൗലോസിന് ദൈവം വിശ്വാസത്തിന്റെ വാതിൽ എങ്ങനെയാണ് തുറന്നു കൊടുത്തത്?
ദൈവവചനം സംസാരിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. ദൈവജനമേ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 5 വർഷക്കാലമായി ദൈവവചനവുമായി ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, വംശങ്ങളിൽ, ജാതികളുടെ ഇടയിൽ പോയി പ്രസംഗിക്കുവാൻ ദൈവം വിശ്വാസത്തിന്റെ വാതിൽ എനിക്ക് തുറന്നു തന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. കർത്താവേ, വിശ്വാസത്താൽ ഞാനും ഈ വാതിലുകൾ തുറക്കുകയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാർ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നു. സ്തോത്രം. ശുശ്രൂഷയില്ലാതെ സ്തോത്രം ഇവിടെ കടന്നു വന്നു. എന്റെ അടുക്കൽ കടന്നു വരുവാനിടയായി പലരും കടന്നു വന്നിരുന്നു. അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി വിശ്വാസത്താൽ വാതിൽ തുറക്കുകയാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടി തുറന്നു. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറയുവാനിടയായി, ഒരു ദൈവദാസൻ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നു. ഏകദേശം 3-4 മാസം ചുമ്മാതെ വീട്ടിലിരിക്കായിരുന്നു. ഒരിടത്ത് പോലും ഒരു വാതിൽ തുറന്നു കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മോനച്ചൻ ബ്രദറെ, നിന്റെ അടുക്കൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച ശേഷമാണ് ദൈവം അനേകം വാതിലുകൾ തുറന്നു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം. ഡൽഹിയിൽ നിന്ന് 2007 ദേവദാസൻ കടന്നു വരുവാനിടയായി. 40 ദിവസത്തെ ഉപവാസത്തിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. സ്തോത്രം. ആ ദേവദാസൻ ഏകദേശം 30 ദിവസത്തോളം എന്നോട് ഉപവാസത്തിൽ കുത്തിയിരുന്നു, പ്രാർത്ഥിച്ചു, വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അനേക സ്ഥലങ്ങളിൽ ആ ദേവദാസൻ ശുശ്രൂഷിക്കുവാനിടയായി. ഈ കഴിഞ്ഞ വർഷം കടന്നു വന്നപ്പോൾ എൻ്റെ അടുക്കൽ ഒരു പ്രാവശ്യം വരാനേ അദ്ദേഹത്തിന് സമയം കിട്ടിയുള്ളൂ. പറഞ്ഞു, ഞാൻ ബിസിയാണ്, എപ്പോഴും മീറ്റിങ്ങുകളുണ്ട്, അതുകൊണ്ട് കടന്നു വരുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? സ്തോത്രം. വിശ്വാസത്തിന്റെ വാതിൽ ഒരു പ്രാവശ്യം തുറന്നാൽ ദൈവജനമേ അടയ്ക്കുന്നവൻ ആരുമില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, വാതിലിന്റെ താക്കോൽ അവന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. അവൻ തുറന്നാൽ അടയ്ക്കുന്നവനും അടച്ചാൽ തുറക്കുന്നവനും ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസിന് വേണ്ടി ദൈവം വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തു. അത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം, അതിലേക്ക് കടന്നു വരണം. 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. സ്വതന്ത്രം. ഇക്കോന്യയിൽ ചെന്നപ്പോൾ അവിടെ പള്ളി പ്രസംഗിച്ചു. പലരുടെ ഹൃദയത്തിൽ വിശ്വാസം വന്നപ്പോൾ വിശ്വസിക്കാത്തവരാരായിരുന്നു? യഹൂദന്മാര്. ഇന്നും ദൈവജനമേ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. വിശ്വാസത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ വിശ്വസിക്കാതെ വരുന്നത് ദൈവജനമെന്ന് അഭിമാനിക്കുന്ന ചിലരാണ്. എന്നാൽ ജനാധികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ വിശ്വസിച്ചുകൊണ്ട് സൗഖ്യമേറ്റെടുക്കുന്നതും വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് സ്നാനപ്പെടുന്നതും കാണുവാൻ സാധിക്കും. മനസ്സിലാക്കുന്നത് ആരാണെന്നറിയാമോ? ഇവിടെ പറയുകയാണ്, യഹൂദന്മാർ അവരുടെ ജാതികളുടെ മനസ്സിലാക്കി അവിടെ വഷളാക്കുവാൻ ഇടയായി എന്ന്. സ്തോത്രം. അവിടെ ഞാൻ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ വായിച്ചു നോക്കണം. 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലൂദിയയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും ആളിന് ശക്തിയില്ലാതെ ഉള്ള ഒരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി. ആരെ ഉറ്റുനോക്കി? അവൻ പൗലോസിനെ ഉറ്റു. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടു. എങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നത്? പൗലോസിന്റെ പ്രസംഗം കേട്ട അവന് വിശ്വാസമുണ്ട് എന്ന് പൗലോസിന് മനസ്സിലായി. പൗലോസിൽ നിന്നും ശക്തി പുറപ്പെടണമെന്നുണ്ടെങ്കിൽ, ഒരു അഭിഷക്തനിൽ നിന്ന് ശക്തി പുറപ്പെടണമെന്നുണ്ടെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ആർക്ക് സൗഖ്യം വാങ്ങണമോ അവന് വിശ്വാസം ഉണ്ടായിരിക്കണം. യേശു കർത്താവ് നടന്നു പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ അവനെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. അവളുടെ വിശ്വാസമാണ് അവളെ വിടുവിച്ചത്. വിശ്വാസത്താൽ എല്ലാവരെയും വിടുവിക്കുവാൻ ഒരു മനുഷ്യൻ തന്റെ മകനെയും കൊണ്ട്, ഭൂതഗ്രസ്തനായി ചന്ദ്രരോഗം പിടിച്ചവനെയും കൊണ്ട് യേശു കർത്താവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർക്ക് അവനെ സൗഖ്യമാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിനോട് അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിനോട് പറഞ്ഞത്, എന്നാൽ കഴിയുമെന്നോ വിശ്വസിക്കുന്നവരാൽ സാധിക്കും.
അപ്പോൾ അവൻ പറഞ്ഞത് എന്താണ്? കർത്താവേ, എന്റെ അവിശ്വാസത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് താണു വീണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തരായ മനുഷ്യൻ ദൈവവചനം കേട്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ വിശ്വാസം കടന്നു വന്നു. അവനെ പൗലോസ് ഉച്ചനോക്കിയിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്ത് പുരുഷാരെ കണ്ടപ്പോൾ ഇവരുടെ ദേവന്മാരാണെന്ന് ചിന്തിച്ചു. ഇത് പൗലോസാണോ ചെയ്തത്? പൗലോസ് പറയാണ്, ഇത് ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്, അത് ദൈവമാണ് ചെയ്തത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയാണ് അവനിൽ വ്യാപരിച്ചിരിക്കുന്നത്. അവൻ വചനം കേട്ട് അവൻ സൗഖ്യം കൊടുത്തത് ഞാനല്ല, ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അവരോട് പറയുവാൻ, അവനെ പൂമാലയാർത്തുവാനും ആരാധിക്കുവാനും ഒക്കെയും അവർ തുടങ്ങിയപ്പോൾ സ്വത്രം നമ്മൾ താഴോട്ട് വായിച്ചു നോക്കണം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. സ്തോത്രം. പിന്നെ വായിക്കുന്നു 19ാമത്തെ വാക്യത്തിൽ, മുഴുവൻ വായിക്കുവാൻ സമയമില്ലല്ലോ, നിങ്ങൾ വായിച്ചു നോക്കണം. 19ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. സ്തോത്രം. നോക്കണേ, ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമെന്ന് പറയുന്നവർ യഹൂദന്മാർ തന്നെ പൗലോസിനെ കല്ലെറിയുവാൻ ജാതികളെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അല്പനേരം മുമ്പ് വരെയും കലേ ദിവസം വരെയും അവരെ പൂമാല ചാർത്തുകയും അവരെ ആരാധിക്കുന്നതിന് വേണ്ടി അവരുടെ മുൻപിൽ അകങ്ങളിക്കുന്നതിന് വേണ്ടി തയ്യാറായവരാണ് ഇപ്പോൾ കല്ലെറിയുന്നത്. സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നിന്നെയും എന്നെയും പൊക്കി നിർത്തുന്നവർ നാളെ കല്ലെറിയും എന്നുള്ളതിന് സംശയമില്ല എന്നാണ് ഇവിടെ വിവരിച്ചു പറയുന്നത്. സ്തോത്രം. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടി ബെർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുദിയ, ഇക്കോന്യ, അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങി ചെന്നു. അവരോടെല്ലാം പൗലോസ് എന്താണ് പറയുന്നത്? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്ന് നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നെന്ന് പ്രബോധിപ്പിച്ച ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. ദൈവരാജ്യത്തിൽ എല്ലാവർക്കും കടക്കണം. യേശു കർത്താവ് പറഞ്ഞു എന്താണ്? സ്വത്രം നാശത്തിലേക്കുള്ള വാതിൽ വലിയും വിശാലത